നമസ്കാരം. എല്ലാവർക്കും വിഷു ആശംസകൾ. സിന്ധുഭൈരവി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിന്ധു അരുൺ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു കൃഷ്ണ ഭജൻ പഠിക്കാം. വാസന്തി രാഗത്തിലാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആദ്യ താളത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ കമ്പോസർ മണ്ണാർക്കുടി സാംബശിവ അയ്യരാണ്. വാസന്തി 27ാമത്തെ മേളകർത്ത രാഗമായ സരസാംഗിയുടെ ജന്യരാഗമാണ്. നമുക്കെല്ലാവർക്കും മോഹനരാഗം വളരെ പരിചിതമാണല്ലോ. അപ്പം മോഹനരാഗത്തിന് ചതുശ്രുതി ധൈവതത്തിൻ്റെ സ്ഥാനത്ത് ശുദ്ധ ധൈവതം വന്നാൽ നമുക്ക് വാസന്തി രാഗം കിട്ടും. സരി ഗ പ ധ സ സ ധ പ ഗ രി സ സരി ഗ പ ധ സ സ ധ പ ഗ രി സ. ഷഡ്ജവും പഞ്ചമവും കൂടാതെ ചതുശ്രുതി, ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധ ധൈവതം എന്നിവയാണ് ഇതിൻ്റെ സ്വരങ്ങൾ വരുന്നത്. പല്ലവിയുടെ സാഹിത്യം നോക്കാം. നീരജദള നയന ഹരേ കൃഷ്ണ നിരുപമ ഗുണനിധിയെ ഹരേ കൃഷ്ണ. രണ്ടക്ഷരം തള്ളി തുടങ്ങും. നീരജദള നയന നീരജ സാരിഗ ദള പപഗ നയന ദദപ. നീരജദള നയന നീരജദള നയന ഹരേ കൃഷ്ണ ഹരേ പാദവ ഗാധവ ഗരി ഹരേ ഗാധവ ഗരി കൃഷ്ണ ഗരി സ. ഒന്നാമത്തെ സംഗതി അങ്ങനെയാണ്. നീരജദള നയന ഹരേ കൃഷ്ണ. സെക്കൻഡ് സംഗതി വരുന്നത് നീരജയ്ക്ക് മാത്രം വ്യത്യാസം വരും. നീരജ സരി ഗ പ നീരജദള നയന ഹരേ കൃഷ്ണ നിരുപമ ഗുണ. അടുത്ത സംഗതി സെക്കൻഡ് സംഗതി പാടിയിട്ട് അടുത്ത വരിയിലേക്ക് പോകും. നിരുപമ ഗുണ ഗപദ സ സ സ നിധിയേ നിധി രി സ രി ഗ രി ധ. നിരുപമ ഗുണ നിധിയേ രി ഗ രി ധ. നിരുപമ ഗുണ നിധിയേ ഹരേ കൃഷ്ണ ഹരേ ധരി സ സ ധ ധ പ കൃഷ്ണ ഹരേ ഗ പദ. അപ്പം സെക്കൻഡ് സംഗതി ചേർത്ത് പാടാം. നീരജദള നയന ഹരേ കൃഷ്ണ നിരുപമ ഗുണ നിധിയേ ഹരേ കൃഷ്ണ നീരജദള നയന ഹരേ കൃഷ്ണ നിരുപമ ഗുണ നിധിയേ ഹരേ കൃഷ്ണ. അതിൻ്റെ സെക്കൻഡ് ടൈം പാടുമ്പോൾ നിരുപമ ഗുണ നിധിയേ അതൊക്കെ പഴയ പോലെ തന്നെയാണ്. കൃഷ്ണ പാദസദ കൃഷ്ണ. അടുത്ത സംഗതി പാടാം. നീരജദള നയനയുടെ അടുത്ത സംഗതി പാടാനായിട്ട് കൃഷ്ണ നീരജദള. മൂന്നാമത്തെ സംഗതി നീരജദള ദദദവ ദദദവ നീരജദള നയന. അപ്പം നിരുപമ ഗുണ നിധിയേ ഹരേ കൃഷ്ണ നീരജദള നയന. നീരജദള നയനയ്ക്ക് മാത്രമേ ആ വരിയിൽ വ്യത്യാസം വരുന്നുള്ളൂ. നീരജ ദദദവ ദള നയന ഹരി. നീരജയ്ക്ക് മാത്രം നീരജ
നയന ഹരേ കൃഷ്ണ നിരുപമ ഗുണനിധി. അവിടെ വരെ പഴയ സംഗതി തന്നെയാണ്. നിധിയെ എന്നുള്ള ഏക്ക് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. നിരുപമ ഗുണ നിധിയേ എന്ന് വരും. അപ്പം നിരുപമ ഗുണ നിധിയേ ഹരേ കൃഷ്ണ. അത് പഴയ പോലെ തന്നെ. ലാസ്റ്റ് സംഗതിയും രണ്ടക്ഷരം തള്ളി തന്നെയാണ് വരുന്നത്. പക്ഷെ ആ കുറച്ച് ഫാസ്റ്റായിട്ട് എടുക്കണം. നീരജ നീരജദള നയന ഹരേ കൃഷ്ണ നിരുപമ ഗുണ നിധിയേ ഹരേ കൃഷ്ണ നീരജദള നയന ഹരേ കൃഷ്ണ നിരുപമ ഗുണ നിധിയേ ഹരേ കൃഷ്ണ നീരജദള നയന ഹരേ ഇത്രയാണ് പല്ലവി വരുന്നത്. പല്ലവി നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം, റിപ്പീറ്റ് ചെയ്യാം. നീരജദള നയന, ആദ്യത്തെ സംഗതി. അതിൻ്റെ കൂടെ രണ്ടാമത് ഹരേ കൃഷ്ണ ചേർത്ത് പാടും. നീരജദള നയന ഹരേ കൃഷ്ണ. പിന്നെ സെക്കൻഡ് സംഗതി. നീരജദള നയന ഹരേ കൃഷ്ണ നിരുപമ ഗുണ നിധിയേ ഹരേ കൃഷ്ണ. കൃഷ്ണ ആദ്യത്തെ തവണ അത്രേ പാടുള്ളൂ. രണ്ടാമത്തെ സംഗതിയുടെ കൂടെ ഇത് പാടുമ്പോഴത്തേക്ക്, അതായത് നിരുപമ ഗുണ നിധിയേ ഹരേ കൃഷ്ണ, മൂന്നാമത്തെ സംഗതി എടുക്കാനായിട്ട് കൃഷ്ണ നീരജദള നയന ഹരേ കൃഷ്ണ നിരുപമ ഗുണ നിധിയേ ഹരേ കൃഷ്ണ നീരജദള നയന കൃഷ്ണ അനുപല്ലവിയുടെ സാഹിത്യം വരുന്നത് മന്ദരോദ്ധാര മാ മനോഹര വൃന്ദാവന മുകുന്ദ ഗോവിന്ദ. രണ്ടക്ഷരം തള്ളി വരും. മന്ദരോദ്ധാര മാ മനോഹര ഗപദ സാ സ മന്ദരോദ്ധാര മാ എന്ന് വരും. കുറച്ചൊരു അത് കറക്റ്റായിട്ട് കിട്ടാൻ ഒരിച്ചിരി ഒന്ന് പ്രാക്ടീസ് വേണ്ടി വരും. മാ മനോഹര മനോ സദ മനോഹര സരിയ ഹര മന്ദരോദ്ധാര മാ മനോഹര. സെക്കൻഡ് സംഗതി വരുന്നത് മന്ദരോദ്ധാര മന്ധരോ മന്ധരോ ഗപദ സദ ദസദ പദസ മന്ദരോ മന്ധരോ ദസ ഗപദ സദ പദസ താര മനോ മാ സരി ഗപ രി ഗപ മാ മനോ സ സ സ സ സ ദ ദ ദ മനോ ഹര. അത് ആദ്യത്തെ പോലെ തന്നെ വരും. അപ്പം മന്ധരോദ്ധാര മാ മനോഹര മന്ധരോദ്ധാര
വരിയിലേക്ക് പോകാനായിട്ട് പ്ലെയിനായിട്ട് പാടി നിർത്തും. സ സ വൃന്ദാവന മുകുന്ദ രി രി സ സ പഗ രി രി സ സ പഗ വൃന്ദാവന പഗ മുകുന്ദ ഗപദ ഗോവിന്ദ ഗോ ദപ ഗപദ ദപ വിന്ദ ഗരിസ വൃന്ദാവന മുകുന്ദ ഗോവിന്ദ വൃന്ദാവന മുകുന്ദ ഗോവിന്ദ. സെക്കൻഡ് സംഗതി അതിൻ്റെ വൃന്ദാവന മുകുന്ദ ഗപദ ദ ഗോവിന്ദ നീരജ ദള നയന. നമുക്ക് ഈ അനുപല്ലവി ഒന്ന് ചേർത്ത് പാടി നോക്കാം. രണ്ടക്ഷരം തള്ളി വരും. മന്ദരോത്താര മനോഹര. സെക്കൻഡ് സംഗതി മന്ദരോത്താര മനോഹര വൃന്ദാവന മുകുന്ദ ഗോവിന്ദ. അതിൻ്റെ സെക്കൻഡ് സംഗതി വരുന്നത് വൃന്ദാവന മുകുന്ദ ഗോവിന്ദ നീരജദള നയന. ഇടയ്ക്കുള്ള പോർഷൻസിൽ പല്ലവിയും ചരണങ്ങളും പാടി നിർത്തുമ്പോൾ നീരജദള നയന എന്ന് മാത്രം പാടി നിർത്തുന്നതായിരിക്കും കുറച്ച് ഭംഗി. ഇതിന് 2 ചരണങ്ങളുണ്ട്, നമുക്ക് അത് നോക്കാം. ഫസ്റ്റ് ചരണത്തിൻ്റെ സാഹിത്യം നവതുളസി വനമാലാധാരി കുവലയ ദളനയന മുരളീധര. അനുപല്ലവിയുടെ ഓൾമോസ്റ്റ് അതേ നൊട്ടേഷൻ തന്നെയാണ് വരുന്നത്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. നവതുളസി വനമാലാധാരി സെയിം തന്നെയാണ്. മന്ദരോദ്ധാര മനോഹര സെയിം നൊട്ടേഷൻ. നവതുളസി വനമാലാധാരി. സെക്കൻഡ് സംഗതി വരുന്നതിൽ നവതുളസി സരിസ നവതുളസി വനമാലാധാരി. രണ്ടാമത്തെ സംഗതി മന്ദരോദ്ധാരയുടെ സെയിം തന്നെയാണ്. നവതുളസി അത് മാത്രമേ വ്യത്യാസമുള്ളൂ. വനമാലാധാരി നവതുളസി വനമാലാധാരി. അടുത്ത വരിയിലേക്ക് പോകാനായിട്ട് പ്ലെയിനായിട്ട് നിർത്തും. കുവലയദള രി സദസ കുവലയ കുവലയ. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, അനുപല്ലവിയുമായിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. രി സദസ കുവലയ ദള കുവലയ ദള പപഗ നയന എന്ന് വരും. അവിടെ ചെറിയ വ്യത്യാസമുണ്ട്, അനുപല്ലവിയേക്കാൾ വ്യത്യാസമുണ്ട്. ഗപ നയ ദപദ പദ പദ നയന കുവലയ ദള നയന കുവലയ ദള നയന. അടുത്ത സംഗതി നയന ഗപദ ദദ മുരളീധര മുര ഗപ ദപ ഗപദപ ഗരിസ മുരളീ ഗപദ ദപ മുര ദപ ഗപദ ദപ മുരളീധര ഗരിസ കുവലയ
നയന മുരളീധര നീരജദള നയന. നമുക്ക് ഈ ഫസ്റ്റ് ചരണം ഒന്ന് പാടി നോക്കാം. നവ തുളസി വനമാലധാരി. ഫസ്റ്റ് സംഗതി. സെക്കൻഡ് സംഗതി വരുന്നത് നവ തുളസി വനമാലധാരി നവ തുളസി വനമാലധാരി. അടുത്ത വരിയിലേക്ക് കുവലയദള നയന കുവലയദള നയന മുരളീധര. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. നീരജദള നയന. അടുത്ത സെക്കൻഡ് ചരണം ശംഖ് ചക്രധര ശ്രീ ഗോവിന്ദ പങ്കജലോചന പരമാനന്ദ. ശംഖ് ചക്രധര ശ്രീ ഗോവിന്ദ. ആ ഫസ്റ്റ് അനുപല്ലവിക്കും ചരണത്തിനും പാടിയ ആ ഒരു രീ 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 അത് ഇതിനകത്തില്ല. ശംഖ് ചക്രധര ഗപദ സാ ശ്രീ ഗോ രീ രീ സദദ വിന്ദ സ സ സ ഗ. ശംഖ് ചക്രധര ശ്രീ ഗോവിന്ദ ശംഖ് ചക്രധര ഗപ ദ സ സ ശ്രീ ഗോവിന്ദ. ആ സംഗതി പല്ലവിയിലും ഫസ്റ്റ് ചരണത്തിലും ഉണ്ടായിരുന്നു. സരിഗപ രിഗപ ശ്രീ ഗോവിന്ദ ശംഖ് ചക്രധര ശ്രീ ഗോവിന്ദ പങ്കജലോചന രി രി സ സ ദ ധ പ പ പ ഗ ലോചന പരമ ഗപദ പ പരമാന ഗപദ പ ഗപദ പ ന ത ഗരി സ. പങ്കജലോചന പരമാനന്ദ നീരജദള നയന. നമുക്ക് ഈ സെക്കൻഡ് ചരണം ഒന്ന് പാടി നോക്കാം. ശംഖ് ചക്രധര ശ്രീ ഗോവിന്ദ ശംഖ് ചക്രധര ശ്രീ ഗോവിന്ദ പങ്കജലോചന പരമാനന്ദ. 2 ടൈംസ് പാടുക. പിന്നെ നീരജദള നയന ഹരേ കൃഷ്ണ നിരുപമ ഗുണ നിധിയേ ഹരേ കൃഷ്ണ നീരജദള നയന കൃഷ്ണ കൃഷ്ണ. ഇത്രയുമാണ് ഈ കോമ്പോസിഷൻ്റെ നൊട്ടേഷൻ വരുന്നത്. പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു. എല്ലാവർക്കും വിഷു ആശംസകൾ.